ഹൃദയത്തിൽ നിന്നും പുഷ്പിച്ച കവിതകൾ കൊണ്ട് മലയാള മണ്ണിൽ സുഗന്ധം നിറച്ച സുഗതകുമാരി ടീച്ചർ ഇനിയില്ല. മണ്ണിനും മനുഷ്യനും പ്രകൃതിക്കും വേണ്ടി നിലകൊണ്ട പോരാളി, ഉപേക്ഷിക്കപ്പെട്ട വനിതകൾക്കും കുട്ടികൾക്കും അത്താണി, നിരാലംബരുടെ അമ്മ എന്നിങ്ങനെയെല്ലാമാണ് സുഗതകുമാരി ടീച്ചർ അറിയപ്പെട്ടിരുന്നത്. കവിത എനിക്ക് പ്രാണവായുവാണ്, ഞാൻ കുടിക്കുന്ന വെള്ളമാണ്, ഞാൻ കഴിക്കുന്ന അന്നമാണ്, എൻ്റെ അമ്മയുടെ സ്നേഹമാണ്, കാരുണ്യമാണ്, ഈ ഭൂമിയുടെ അനുഗ്രഹമാണ്. നിലാവും വെയിലും മഴയും ഒരുപാട് കണ്ണീരും കണ്ണീരിൻ്റെ ഉപ്പും സ്നേഹത്തിൻ്റെ മാധുര്യവും ചേർന്നതാണ് കവിത. സുഗതകുമാരി ടീച്ചറുടെ വരികൾ മലയാളികളുടെ മനസ്സിൽ എന്നും തങ്ങി നിൽക്കും. 1934 ജനുവരി 2 പത്തനംതിട്ട ജില്ലയിലെ ആറന്മുളയിൽ വാഴവേലിൽ തറവാട്ടിൽ സുഗതകുമാരി അമ്മ ജനിച്ചു. പിതാവ് സ്വാതന്ത്ര്യ സമര സേനാനിയും കവിയുമായിരുന്ന ബോധീശ്വരനാണ്. മാതാവ് VK കാർത്താനി അമ്മ. തത്വശാസ്ത്രത്തിൽ BA ബിരുദം നേടിയിട്ടുള്ള സുഗതകുമാരി ടീച്ചർ സൈലന്റ് വാലി പ്രക്ഷോഭത്തിൽ വഹിച്ച പങ്ക് വളരെ വലുതാണ്. പെൺകുട്ടികൾക്കും അവരുടെ ഉന്നമനത്തിനു വേണ്ടി അക്ഷീണം പ്രവർത്തിച്ച വ്യക്തി കൂടിയാണ് സുഗതകുമാരി അമ്മ. പെൺകുട്ടികൾക്ക് തൻ്റെതായ ഒരിടം ഉണ്ടായിരിക്കണമെന്നാണ് ടീച്ചർ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്. സമൂഹത്തിനും പ്രകൃതിക്കും വേണ്ടി അവർ നിലകൊണ്ട നിലപാടുകളും അവർ സ്ഥാപിച്ച സേവന തൽപരതയിൽ അധിഷ്ഠിതമായ സ്ഥാപനങ്ങളും അവരിലെ മനുഷ്യസ്നേഹിക്ക് ഉത്തമ ഉദാഹരണങ്ങളാണ്. തിരുവനന്തപുരം ജവഹർ ബാലഭവൻ്റെ പ്രിൻസിപ്പാളും അതുപോലെ കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ തളിര് എന്ന മാസികയുടെ ചീഫ് എഡിറ്ററും പ്രകൃതി സംരക്ഷണ സമിതിയുടെയും അഭയയുടെയും സ്ഥാപക സെക്രട്ടറി തുടങ്ങിയ നിരവധി സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളിൽ അവർ ഭാഗമായിരുന്നു. സ്ത്രീകളിൽ എഴുത്തുകാർ ജനിക്കാതിരുന്ന കാലഘട്ടത്തിൽ, സ്ത്രീ എഴുത്തുകാർക്ക് സമൂഹത്തിൽ ഇടപെടുന്നതിന് പരിമിതികൾ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ തൻ്റെ കവിതകൾ കൊണ്ട് അന്നേവരെ തുടർന്നു പോരുന്ന മലയാളികളുടെ സ്ത്രീവിരുദ്ധ നിലപാടുകൾക്കെതിരെ ശക്തമായി പ്രതികരിച്ച കവയിത്രിയാണ് സുഗതകുമാരി ടീച്ചർ. മലയാളത്തിലെ എക്കാലത്തെയും മികച്ച കവികളിൽ മുൻനിരയിൽ തന്നെയാണ് സുഗതകുമാരി ടീച്ചറുടെ സ്ഥാനം. കാലദേശഭേദമന്യേ വായനക്കാരുടെ ഹൃദയത്തെ തൊട്ടുണർത്തിയ അവരുടെ കവിതകളിൽ പാതിരാപ്പൂക്കൾ, രാത്രിമഴ, മാനവഹൃദയം, മുത്തുച്ചിപ്പി, ഇരുൾ ചിറകുകൾ, സ്വപ്നഭൂമി തുടങ്ങിയവ എടുത്തു പറയേണ്ടതാണ്. സുഗതകുമാരി ടീച്ചർ തൻ്റെ മരണത്തെ പോലും നോക്കിക്കണ്ടിരുന്നത് മാനുഷിക മൂല്യങ്ങളിലൂടെയാണ്. അവരുടെ തന്നെ വാക്കുകൾ കടമെടുത്തുകൊണ്ട് പറയട്ടെ: ശവപുഷ്പങ്ങൾ, എനിക്കവ വേണ്ട, മരിച്ചവർക്ക് പൂക്കൾ വേണ്ട, ജീവിച്ചിരിക്കുമ്പോൾ ഇത്തിരി സ്നേഹം തരിക, അതുമാത്രം. മലയാളത്തിലെ എക്കാലത്തെയും മികച്ച കവയിത്രിക്ക്, നമ്മുടെ സ്വന്തം സുഗതകുമാരി അമ്മയ്ക്ക് നിത്യശാന്തി നേരുന്നതിനായി നമുക്ക് ഒരു നിമിഷം മൗനം ആചരിക്കാം.